സമ്പത്ത് വാല്യൂവിലൂടെ വേണം. സമ്പത്ത് നിലനിൽക്കപ്പെടുന്നൊരു സമ്പത്ത് ക്രിയേറ്റ് ചെയ്യണം. എൻ്റെ സമ്പത്ത് കൊണ്ട്, ഞാൻ ഉണ്ടാക്കുന്ന സമ്പത്ത് കൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഗുണമുണ്ടാവണമെന്ന് വിചാരിക്കുന്ന ഒരു മൂന്നാമത്തെ വിഭാഗമുണ്ട്. ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്ന, സംരംഭകർ എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇവരെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ ആദ്യത്തെ ചിന്തയിലുള്ള ആളുകൾക്ക്, അതായത് എനിക്കൊരു ജോലി വേണം എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കൂടെ പോകാൻ ഇവർ തയ്യാറല്ല. കാരണം അവർക്ക് വേറൊരാളുടെ കീഴിൽ ജോലിയെടുക്കാൻ താല്പര്യമുള്ളവരാണ്. അങ്ങനെയുള്ളവരെ ജോലിക്ക് വയ്ക്കാൻ കഴിയണം, അവർക്ക് ഗുണമാവണം. രണ്ടാമത്തെ വിഭാഗം, കാരണം പണം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക്, ഞാൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം ഇവരിലൂടെ കൊടുത്താൽ ഇവർക്ക് ഒരു ലാഭവും കൂടി ഇവരെടുത്ത് ഇവരത് എത്രയും പെട്ടെന്ന് കസ്റ്റമറിലേക്ക് എത്തിക്കും എന്ന് വിചാരിക്കുന്നൊരു വിഭാഗം. അപ്പോൾ മൂന്നാമത്തെ വിഭാഗത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്നവരാണ് സംരംഭകരായി മാറുന്നത്. അവർ ഒരു വലിയ ചിന്തയെ എടുക്കുന്നു. ആ ചിന്തയിൽ വേറുന്നുണ്ട്, ഒരു ഉൽപ്പന്നം ഉണ്ടാവും, ആ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന കസ്റ്റമർ ഉണ്ടാവും, ഈ ഉൽപ്പന്നം കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരു ചെയിൻ ഉണ്ടാവും, ഈ ഉൽപ്പന്നം നിർമ്മിക്കാനും ഇതിന് മുഴുവൻ പ്രവർത്തിക്കാനും പാകത്തിനുള്ള ഒരു വലിയ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഒരു ശൃംഖല ഉണ്ടാവും. ഇവർക്ക് എല്ലാവരോടും കമ്മിറ്റ്മെൻറ്റ് വളരെ കൂടുതലാണ്. സംരംഭകരുടെ കമ്മിറ്റ്മെൻറ്റ് ഇതിൽ എല്ലാ ഭാഗങ്ങളോടുമുണ്ട്. ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചോളം അവൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വാങ്ങുന്ന വിലയ്ക്ക് വാങ്ങുന്നു, വിൽക്കുന്ന ആൾക്ക് കൊടുക്കുന്നു. ഈ കൊടുക്കുന്ന ഒരു ചെയിൻ കഴിഞ്ഞാൽ ഇവർക്ക് കമ്മിറ്റ്മെൻറ്റിൻ്റെ പ്രശ്നമില്ല. ജോലിക്ക് പോകുന്ന ആളെ സംബന്ധിച്ചോളം വേറൊരു കാര്യമുണ്ട്. ആ ജോലി തന്നവൻ, ശമ്പളം തന്നവനോട് മാത്രമാണ് അദ്ദേഹത്തിന് കമ്മിറ്റ്മെൻറ്റ്. ആ ശമ്പളം കഴിഞ്ഞ് തിരിച്ചു പോന്നാൽ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിയാൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അവിടെ അവസാനിക്കുന്നു. പക്ഷേ ഒരു സംരംഭം ആരംഭിച്ചവനെ സംബന്ധിച്ചോളം അവിടെ ചിന്തയ്ക്കാണ് പ്രസക്തി. കാരണം ആ പേരിൽ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട ഇത്രയും ജീവനക്കാർ, ആ ജീവനക്കാരുടെ കുടുംബം, ഇവിടെ ഉണ്ടാക്കിയ ഉൽപ്പന്നം, ആ ഉൽപ്പന്നത്തിന് പൂർണ്ണമായിട്ടുള്ള ഗുണനിലവാരം ഉറപ്പാക്കാൻ വേണ്ട നിഷ്കർഷകൾ, അതിൻ്റെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ഈ ഉൽപ്പന്നം യഥാർത്ഥത്തിൽ ആവശ്യമുള്ള കസ്റ്റമറിലേക്ക് എത്തിക്കുക, ആ കസ്റ്റമർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ വന്നാൽ അത് പരിഹരിക്കാനുള്ള ബാധ്യത, ഇങ്ങനെ വളരെയധികം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ലാഭം, ആ ലാഭം വീണ്ടും ഈ ഒരു സംരംഭത്തെ വളർച്ചയിലേക്ക് കൊണ്ടുവരുന്നു, വീണ്ടും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള റീഇൻവെസ്റ്റ്മെൻറ്റ്. ഇത്തരത്തിൽ 3 തരത്തിലുള്ള വിഭാഗങ്ങൾ തീർച്ചയായിട്ടും വരുന്നുണ്ട്.